ഞാനിന്നൊരു ഓട്ടോയിൽ കയറേണ്ട ഒരു ആവശ്യം വന്നേ. അപ്പം ആ ചേട്ടൻ എനിക്കൊരു 10 രൂപ ബാക്കി തരേണ്ടതായിരുന്നു വന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തപ്പി പിടിച്ചെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അത് ശരി, പൈസയൊക്കെ കെട്ടിപ്പോയി എവിടെ വെച്ചേക്കാണല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ച്. അപ്പം എന്നോട് പറയാം, ആ മോളെ ഞാനേ ഒരു ദിവസം 3000-4000 രൂപയ്ക്ക് ഓടും, ഞങ്ങൾ വെളുപ്പിനെ തുടങ്ങണതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നല്ല ചേട്ടനാണല്ലോ, മിടുക്കനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് അത്ഭുതം തോന്നി സത്യം പറഞ്ഞാൽ. കുറേ ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യണു, അവരുടെ അധ്വാന ഫലം അവർക്ക് അനുഭവിക്കാൻ വേണ്ടി. അതേസമയം മറുവശത്ത് കുറേ കള്ളന്മാർ, പ്രത്യേകിച്ചും വളരെ യങ് ഏജ് 30 ഇയേഴ്സിൻ്റെ ഒക്കെ അടുത്തും കഴിഞ്ഞിട്ടുള്ളവരും, അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ്. പക്ഷെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറല്ല. അവർ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ കൈക്കലാക്കി ജീവിക്കുന്നു, യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ. ആ പറ്റിക്കപ്പെടുന്നതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാർ പെടും. രോഗികൾ പെടും, സ്ത്രീകൾ പെടും. അതൊന്നും പ്രശ്നമില്ല. അവരെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണതിനൊന്നും ഒരു മനസ്സിനൊരു കുത്തലുമില്ല. ഇവരെയൊക്കെ സംരക്ഷിക്കാനാണ് അതിർത്തികളിൽ നമുക്ക് വേണ്ടിയിട്ട് കുറേ പട്ടാളക്കാർ രാവും പകലും ഇല്ലാണ്ട് മഞ്ഞും മഴയും കൊണ്ട് നമുക്ക് സംരക്ഷണം തരണം. ഇവനിതൊക്കെ ഇത് ഓർക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ. സ്വന്തം പാരൻസിൻ്റെ അല്ലെങ്കിൽ വീട്ടിലേക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പെട്ടിയായിട്ടാണ് വരുന്നത്, നമ്മുടെ ത്രിവർണ്ണ പതാക പൊതിഞ്ഞ്. ഇന്ന് അവസാനമായിട്ട് അവർക്ക് കാണാൻ പോലും പറ്റൂല. അങ്ങനെ അവിടെ അതിർത്തികളിൽ കിടന്ന് നമുക്ക് സംരക്ഷണം തരുമ്പോൾ ഇവിടെ ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഉള്ളി കിടന്ന് കാണിച്ചു കൂട്ടണ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇവനെയൊക്കെ അവിടെ കൊണ്ടുപോയി അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണമെന്ന്. അത് AK-47 കൊടുത്തിട്ടൊന്നുമല്ല. ഈ പട്ടാളക്കാർ എവിടേക്ക് പോകുമ്പോൾ അവരുടെ പുറത്തൊരു ഭാണ്ഡം ഉണ്ടാവില്ലേ, അവരുടെ എല്ലാ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഉപയോഗിക്കാനായിട്ട്, അത് ചുമക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇവരൊക്കെ പഠിക്കുള്ളൂ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? താങ്ക് യു വെരി മച്ച്.